ദിവ്യകാരുണ്യ സ്നേഹം ആഴത്തിൽ നുകരുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ആർദ്രമായ സ്നേഹാനുഭവങ്ങൾ. ഇത് കോട്ടയം അതിരമ്പുഴ കാരീസ് ഭവനിൽ ശുശ്രൂഷ ചെയ്യുന്ന MSFS സഭാംഗമായ ഫാദർ ജസ്റ്റിൻ പനച്ചിക്കൽ. ട്യൂമർ ബാധിച്ച തൻ്റെ സങ്കീർണമായ കാലഘട്ടത്തിലും വൈദിക ശുശ്രൂഷാ ജീവിതത്തിലും ദിവ്യകാരുണ്യ ഈശോ ചേർത്തു പിടിച്ച ജീവിതാനുഭവങ്ങൾ ജസ്റ്റിൻ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജസ്റ്റിൻ പനച്ചിക്കൽ, MSFS. ഇപ്പോൾ അതിരമ്പുഴ കാരിസ്മാൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സ്വന്തം വീട് തൊടുപുഴ അടുത്ത് കരിമണ്ണൂർ ഇടവകയാണ്. വീട്ടിൽ പപ്പ, മമ്മി, ഒരു അനിയനുണ്ട്. ഒരു 3 പേരും വെളിയിൽ UK-ലാണ്. ഞാനും UK-ലാണ് പഠിച്ചത്, +2 വരെയൊക്കെ. അതിനുശേഷം 1 വർഷം UK-ൽ ജോലി ചെയ്തതിന് ശേഷം ഞാൻ MSFS സഭയിൽ ചേരാനായിട്ട് വന്നു. ഏറ്റുമാനൂർ മനസ്സെമിനാരിലാണ് ചേർന്നത്. ഞാനൊരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വൈദികൻ കൂടിയാണ്. ഡീക്കനായിരുന്നപ്പോൾ ഒരു ട്യൂമർ വരികയും കർത്താവ് വളരെ മനോഹരമായിട്ട് എന്നെ അതിൽ സൗഖ്യത്തിലൂടെ നയിക്കുകയും ചെയ്തതുവഴി കർത്താവിനെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനോ അനുഭവിക്കാനോ എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ പല ഘട്ടങ്ങളിലും എന്നെ പിടിച്ചു നടത്തിയതും എന്നെ കർത്താവ് സ്നേഹിച്ചതുമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. എൻ്റെ ആ ഒരു ദൈവവിളിയും ജീവിതവും പൗരോഹിത്യവും എല്ലാം പരിശുദ്ധ കുർബാനയുമായിട്ട് ഒത്തിരി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുവാണ്. ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു അൾത്താരപാലനാകണമെന്നായിരുന്നു. അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ നയിക്കുമ്പോൾ അവിടെ എല്ലാവരും അൾത്താര സംഘത്തിലുള്ളവരും കയറി അവിടെ വലിയ വലിയ ആൾക്കാർ ചേട്ടായിമാരൊക്കെ നടക്കുമ്പോൾ നമുക്കൊരാഗ്രഹം, എനിക്കൊരു അൾത്താരപാലനാകണം. അങ്ങനെ വളരെയേറെ ആഗ്രഹത്തോടെ ഞാൻ അൾത്താരപാലനാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കര കൗതുകം. ഇത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും നീളം താഴെ നിന്ന് കുർബാന കണ്ടതിന് ശേഷം മേളിൽ അൾത്താരയോട് ചേർന്ന് നിന്ന് അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും നമുക്ക് ഭയങ്കര ഉത്സാഹവും എല്ലാം ഉണ്ട്, ഭയങ്കര ഒരു മിക്സായിട്ട്. പക്ഷേ നമ്മളിങ്ങനെ കാണുവാണ് ആ ഒരു അൾത്താരയിൽ ഇങ്ങനെ വൈദികൻ കുർബാന അർപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിങ്ങനെ കുർബാന കൂടുന്നത് പോലും മറന്നിട്ട് ആ വൈദികൻ അൾത്താരയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകർഷണമാണ് കുർബാനയോട്. ഈ ആൾത്താരയിൽ വചനം പറയുന്നതും അതേസമയം അതിനേക്കാളൊക്കെ ഒരു കൂതാശ അർപ്പിക്കാൻ കാസിയും പിലാസിയും ഒക്കെ എടുത്ത് വൈദികൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോട് ഇങ്ങനെയൊക്കെ നോക്കും. അച്ഛൻ എന്നാ ചെയ്യണം, അച്ഛൻ എന്തിനാ ഇപ്പോൾ കവന്ന് കിടക്കുന്നത്, അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, അച്ഛൻ എന്തിനാ അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അൾത്താര ബാലനായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ നാട്ടിൽ ഞാൻ അൾത്താര സംഘത്തിൽ ചേർന്നു. UK ചെന്നപ്പം അവിടെയും ഭയങ്കര ഉത്സാഹത്തോടെ അൾത്താര സംഘത്തിൽ അൾത്താര ശുശ്രൂഷ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അൾത്താര സംഘത്തിൽ ധൂപാട്ടുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റോടെ നമുക്ക് ഭയങ്കര ഒരു എൻത്യൂസിയാസമാണ്, ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് അൾത്താര ശുശ്രൂഷ ചെയ്യാൻ. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ കുർബാനയെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ സ്നേഹിക്കുവാണ്. ഭയങ്കര ഇഷ്ടം കുർബാന കൂടാൻ, അൾത്താര സൈഡിൽ നിന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ, ഇത് ഓരോ കാര്യങ്ങളും നോക്കിക്കാണാൻ. ഏതെങ്കിലും തരത്തിലൊരു അച്ഛൻ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇങ്ങനെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ ആ കവലാന എടുത്ത് ഇച്ചിരി മാറ്റി വെച്ചത് ഞാൻ ഓർത്തു, അച്ഛൻ എന്തിനാ അത്ര ഹാർഷായിട്ട് അത് ചെയ്യുന്നത്, അത് പയ്യെ എടുത്ത് മാറ്റി വെച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിനി അച്ഛനെ കഴിയുമ്പോൾ നോക്കിക്കോ, ഞാനത് പയ്യെ എടുത്ത് മാറ്റി വയ്ക്കുള്ളൂ, ഞാൻ ഇങ്ങനെ എടുത്തൊന്നും വിടത്തില്ല. അതല്ലെങ്കിൽ അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അവർ ഇച്ചിരിയും കൂടി അത് നന്നായിട്ട് ചെയ്യത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുന്തോറും നമ്മൾ ആ കുർബാന, എനിക്ക് ഈ കുർബാന ഇച്ചിരിയും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് അർപ്പിക്കണം, ഈ കുർബാന ഇച്ചിരിയും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ചെല്ലണം. അങ്ങനെ എന്നെ ആ ഒരു പൗരോഹിത്യത്തിലേക്ക് നയിച്ചത് ഈ ഒരു അൾത്താര ശുശ്രൂഷയോടെ ഞാൻ കുർബാനയെ സ്നേഹിച്ചത് വഴിയാണ്. ഭയങ്കരമായൊരു അട്രാക്ഷൻ, ഒരു അട്രാക്ഷനേക്കാൾ കൂടുതൽ നമുക്കൊരു വേറെ എന്തോ അതിശയിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമാകുന്നത് പോലെയാണ്. അപ്പോൾ ആ കുർബാനയോടുള്ള ഒരു ആകർഷണം എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൗരോഹിത്യത്തിലേക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഈ കുർബാന എനിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അർപ്പിക്കണം, ഞാനിനിയിപ്പോൾ അൾത്താര ശുശ്രൂഷിക്കാനേക്കാൾ ഉപരി എനിക്കൊരു അച്ഛനാകണം. അപ്പോൾ അങ്ങനെ ഈ കുർബാനയോടുള്ള സ്നേഹമാണ് എന്നിങ്ങനെ പയ്യെ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ഞാനിപ്പോഴും ഓർക്കും, ആ കുർബാനയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വലിച്ചുകൊണ്ട് പോയത് അച്ഛനാകാനായിട്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. അങ്ങനെ ഈശോയിൽ പ്രിയമുള്ളവരെ, 2017 ഡിസംബർ 30 ഞാൻ MSF സഭയിൽ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ UK മുതൽ ഈ ഒരു സെമിനാരി യാത്രയിലുടനീളവും അതിനുശേഷം ഇപ്പോഴിവിടെ കാരിസ്മാവിൽ എത്തി നിൽക്കുമ്പോഴൊക്കെയും എന്നെ വളരെ സ്വാധീനിച്ച ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം, ഞാൻ UK കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചൊരു ചെറിയൊരു ബുക്ക്ലെറ്റാണ്. ടെസ്റ്റിമണി ഓഫ് കാറ്റലീന റിവാസ് എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക്കായിട്ടുള്ളൊരു സ്ത്രീക്ക് ദൈവം നൽകിയ കുറേ ദർശനങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റാണ്. അതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ട് കുർബാന അർപ്പിക്കേണ്ടത് എങ്ങനെയാണ്. നമ്മൾ ഈ സാധാരണയൊക്കെ കുർബാന കാണുവാണല്ലോ നമ്മൾ ചെയ്യാറ്. നമ്മൾ കുർബാന കണ്ടോ കണ്ടില്ലയോ എന്നൊക്കെയല്ലേ ചോദിക്കാറ്. അപ്പോൾ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ഒരാൾ എങ്ങനെയാണ് കുർബാന അർപ്പിക്കേണ്ടത്, അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും നമുക്കൊരു കുളിര് കോരിക്കുന്നൊരു അനുഭവം. കാരണം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന കുറേ ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഞാൻ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിൽ ചെല്ലണം, ഈശോയുടെ അടുത്തിരിക്കണം, എൻ്റെ നിയോഗങ്ങളൊക്കെ ഈശോയോട് പറയണം. അതിനുശേഷം വചനം കേൾക്കുമ്പോൾ ഈശോയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന ബോധ്യത്തിൽ അത് കേൾക്കണം. പിന്നീട് കാഴ്ചയർപ്പണത്തിനായിട്ട് പോകുമ്പോൾ ആ വൈദികനി കാസയും പിലാസയും ഒക്കെ എടുത്ത് ഉയർത്തുമ്പോൾ ഞാൻ ആ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളെല്ലാം, ആ നിയോഗങ്ങളെല്ലാം ഈ കാസയിലും പിലാസയിലും ഞാൻ കൊടുക്കണം. ആ സമയത്ത് കാവൽമാലാഖമാർ എൻ്റെ നിയോഗങ്ങൾ കാഴ്ചയർപ്പിക്കാനായിട്ട് ഇങ്ങനെ ദേവാലയത്തിൽ നടുക്കോട് വരിവരിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിയോഗമൊന്നും ഇല്ലെങ്കിൽ പാവം എൻ്റെ കാവൽമാലാഖയ്ക്ക് കൊടുക്കാൻ ഒരു നിയോഗമില്ലാതെ സങ്കടത്തോടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ദർശനങ്ങളും ചിന്തകളും ഒക്കെ വളരെ വളരെ സ്വാധീനിച്ചു. അപ്പോൾ ഞാനന്ന് ഒരു ചിന്തിക്കാൻ തുടങ്ങി, ഞാനിനി കുർബാന കുറച്ചും കൂടി അറിഞ്ഞും അനുഭവിച്ചും ഒക്കെ ഞാൻ അർപ്പിക്കണം. ഇത്രയും നാളും എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടുകയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ പറ്റില്ല, കുറച്ചുകൂടി കുർബാനയൊന്ന് ജീവിക്കണം. ഞാൻ കുർബാനയിൽ ഓരോ ഘടകങ്ങളും ഓരോ ഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു കാര്യം, കുർബാന സ്വീകരണത്തിന് ശേഷം ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. കുർബാന സ്വീകരണത്തിന് ശേഷം നിങ്ങളെപ്പോഴും പിന്നെയും പ്രാർത്ഥിക്കുക, കുർബാന സ്വീകരണത്തിന് ശേഷം പിന്നെയും പരാതി പറയുക. അപ്പോൾ കുർബാന സ്വീകരണത്തിന് ശേഷം ഈശോ ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല, ഈശോയോട് ഉള്ള സ്നേഹം പറയണം, ഈശോയോട് ഐ ലവ് യു എന്ന് പറയണം, ഈശോയോട് താങ്ക് യു പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്നേഹവും സന്തോഷമൊക്കെ കൂടിയൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കുമല്ല, ഈശോനെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ആ ഈശോൻ്റെ ഉള്ളിലുണ്ടല്ലോ, ആ ഈശോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ഈശോയെ ഐ ലവ് യു. അപ്പോൾ കുർബാന സ്വീകരണത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ, ഞാൻ എപ്പോഴും കുർബാന അർപ്പിക്കുമ്പോൾ ഞാനത് പറയും. കുർബാന സ്വീകരണത്തിന് ശേഷം ചില സമയം കിട്ടിയാൽ പറയും, നിങ്ങൾ ആരും ഇപ്പോൾ പരാതി പറയല്ലേ, നിങ്ങൾ ആരും ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥന കൊടുത്ത് ഈശോ ബുദ്ധിമുട്ടിക്കരുത്. ഈശോനെ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഈശോയോട് പറയണം ഐ ലവ് യു. ഈശോയോട് അത്രയും പറയാം, ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ തന്നതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. അല്ലെ പൗലോസ്ലീഹയോട് ചേർത്ത് ഞാൻ പറയും, ഇനി ഈശോ എന്നെ ജീവിച്ചാൽ മതി, ഞാനല്ല ഇനി ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ അപ്പോൾ ഞാൻ തീരുമാനിച്ച് ഞാൻ ഇനി വൈദികനാകുമ്പോൾ ഈ ബോധ്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ഒരു വർഷം ചെങ്ങള ഇടവകയിലായിരുന്നു, കാഞ്ഞിരപ്പള്ളി രൂപതയിൽ. അതിനുശേഷം ഞാൻ ഒരു 4 മാസം കണ്ണൂർ ഉളിക്കൽ ഞങ്ങളുടെ ഒരു ബോയ്സ് ഹോമിലുണ്ടായിരുന്നു, അവിടെ ഒരു പാരിഷും ഉണ്ട്. പിന്നീട് ഞാൻ കാരിസ്മയിലേക്ക് വന്നു. അപ്പോൾ സീറോ മലബാർ കുർബാന അർപ്പിച്ചാലും ലാറ്റിൻ കുർബാന അർപ്പിച്ചാലും എല്ലാം ഒരു കാര്യം ഞാൻ ഉറപ്പാക്കി, ഈ ഒരു നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. എങ്ങനെ വന്നാലും എല്ലാവർക്കും കുർബാന അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിലൊരു നിയോഗമെങ്കിലും. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കുർബാന അർപ്പിക്കുമ്പം ആദ്യം നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും നമ്മളെയായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും, നമ്മുടെ എല്ലാ പ്ലാനുകൾ, പ്രോഗ്രാമുകൾ, നമ്മുടെ സങ്കടങ്ങൾ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ഷമിക്കണമെന്ന് പറയും. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ, നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കുർബാന അർപ്പിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്കും കൂടെ മനസ്സിലാകുന്നത്, ഇത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടല്ലോ, ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബോധ്യം കിട്ടുമോ. പക്ഷേ ഇത്രയും നാളത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എല്ലാവരും എന്നോട് വന്ന് പങ്കുവച്ചിരിക്കുന്ന കാര്യം, എല്ലാവർക്കും പറയാനുള്ളത് മാത്രമല്ല, അവരുടെ ലൈഫിന് അവർ ഏറ്റവും സ്പർശിക്കുന്നത് കാഴ്ചയർപ്പണത്തിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റിനും ഒത്തിരി ആൾക്കാരുണ്ട്. രോഗങ്ങൾ വന്നവർ, കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവർ, പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവർ, ഇവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവർ പറയണം. അവരുടെ കുർബാന കുറച്ചും കൂടി മീനിങ് ആയിട്ട് അവർക്ക് തോന്നുകയാണ്. എല്ലാവരും ഇത് പറയുന്തോറും എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു
ഉള്ളിൽ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, കർത്താവ് പ്രത്യേകിച്ചും ഈ ഒരു കുർബാന അവർക്കൊരു അനുഭവമാക്കി കൊടുത്തു. അതിൽ കൂടുതൽ സന്തോഷം കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ പിന്നെ എനിക്ക് എന്താ വേറെ കിട്ടാനുള്ളത്? അപ്പോൾ എല്ലാവരും വന്ന് പറയും, അച്ഛൻ ആ പ്രാർത്ഥിക്കുന്ന കാഴ്ചയർപ്പണത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു അനുഭവം, ഈ കുർബാന മീനിങ് ഫുള്ളാണ്. ഞാൻ ഈ അർപ്പിക്കുന്ന കുർബാനയിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പ്രാർത്ഥിച്ചു, പങ്കെടുത്തു. അതല്ലെങ്കിൽ പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർ പറയാണ്, അപ്പോഴാണ് ശരിക്കും പാപങ്ങളെക്കുറിച്ച് ഓർക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അർപ്പിക്കുന്ന കുർബാനയിൽ വേറെ ഒന്നുമില്ലെങ്കിലും ഇവരെല്ലാവരും, കുർബാനയെ പങ്കെടുക്കുന്ന എല്ലാവരും നല്ല ശ്രദ്ധയോടെ കർത്താവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ അനുഭവത്തോടെ ഒന്ന് പങ്കുചേരണം. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തോടെ, അപ്പോൾ ഞാൻ വൈദികനായാലും ഇങ്ങനെ കുർബാന ചെല്ലുമെന്നുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. ഞാൻ ഓടിപ്പിടിച്ച് കുർബാന ചെല്ലത്തില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തക്ക രീതിയിൽ എല്ലാവർക്കും ഒരു പങ്കുവയ്ക്കുന്ന അനുഭവത്തിലൂടെ ഇങ്ങനെ കുർബാന കടന്നു പോകണം. അതിനുശേഷം എല്ലാവർക്കും അവർ ഈശോയെ സ്നേഹിക്കാനൊരു സമയം. കുർബാന സ്വീകരണത്തിന് ശേഷം ഈശോ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാനും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്, ഇതിനെല്ലാം ശേഷം കാരിസ്മാനി വന്നല്ലോ. കാരിസ്മാനി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ധ്യാനത്തിനൊക്കെ ക്ലാസ് എടുക്കും. ഇപ്പോൾ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. കുർബാനയെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ പറയാൻ നേരത്ത് നമ്മളിങ്ങനെ കുർബാനയുടെ അനുഭവങ്ങൾ, ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുർബാന എന്തിനാ കുർബാന അർപ്പിക്കുന്നത്, ഈ അറിവുകളൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ നേരത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമല്ലോ. പഠിച്ചു വരുന്തോറും നമ്മുടെ ഉള്ളിൽ ഇതിനോടുള്ളൊരു അതിശയം, ഒരു ആകർഷണം, എന്നാ പറയണം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അടുപ്പം തോന്നുവാണ് കുർബാനയോട്. ഞാൻ എന്തിനാ പിതാവിനും പുത്രനും വയ്ക്കുന്നത്, ഞാൻ കുർബാന എന്തിനാ അർപ്പിക്കുന്നത്, കുർബാനയിൽ ഇത് ഏത് ബലിയർപ്പണമാണ്, ഞാനിത് കാൽവരിയിലെ ബലിയിലാണ് പങ്കുചേരുന്നത്, വേറൊരു ബലിയർപ്പണം അല്ല, ഞാൻ ഇവിടെയാണെങ്കിലും ഞാനിപ്പോൾ കാൽവരിയിലാണെന്നൊരു ചിന്ത. പിതാവായ ദൈവത്തിന് ഞാൻ ഈശോയെ കൊടുക്കുവാണല്ലോ, അപ്പോൾ എന്നെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഈശോനെ സമ്മാനമായിട്ട് ഇങ്ങനെ പിതാവായ ദൈവത്തിന് ഇങ്ങനെ കൊടുക്കുവാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു അറിവ്. ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ വായിക്കുവാണ്, ഒരു വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ പള്ളിയിൽ ചെന്ന് ആദ്യത്തെ ആ വിവാഹത്തിന് ശേഷം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാര്യ കാണുവാണ് ഭർത്താവ് കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതെൻ്റെ ശരീരമാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ ലൈഫിലുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോരോ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുവാണ്, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് ഈശോ എനിക്ക് തരുമ്പോൾ ഞാനും ഈശോയും ഒന്നാകുവാണ്, ഈശോയും ഞാനും ഒന്നാകുവാണ്. അതിൽ കൂടുതൽ എന്ത് ബ്ലെസ്സിങ്ങാണ് നമുക്ക് വേണ്ട? അതിൽ കൂടുതൽ ഒരു അനുഗ്രഹം കിട്ടുന്ന വേറൊരു സംഭവമില്ല. ഈ കാസയിലും ഈ പീലാസയിലും ഒക്കെ ഇങ്ങനെ ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ എടുത്തിട്ട് പിന്നെ ഈശോ പറയുവാണ്, എന്നാ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ഞാനത് സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാനും ഈശോയും ഒന്നായിട്ട് തീരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഈശോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൂടുതൽ ആഴത്തിൽ ഞാൻ പറയും ഐ ലവ് യു. ആ ഒരു കുർബാന സ്വീകരണത്തിന് ശേഷം കിട്ടുന്ന ആ ഒരു സ്നേഹം, ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സ്നേഹം, ഒന്നായി തീരുന്നൊരു അനുഭവം. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുമ്പോൾ എനിക്കിപ്പോഴും പറയാൻ പറ്റും, എൻ്റെ വൈദിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചാൽ കുർബാന അർപ്പിക്കുക, കുമ്പസാരം കേൾക്കുക. കുർബാനയും കുമ്പസാരവുമാണ് ഇനി വൈദിക ജീവിതത്തിന് ഏറ്റവും കാതലായ കാര്യങ്ങൾ, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ കുർബാന ജീവിച്ച് അർപ്പിക്കുമ്പോൾ ആ കിട്ടുന്നൊരു അറിവ്, ഞാൻ ഈശോയോട് ഒന്നായി തീരുവാണ്. ദൈവമേ, എനിക്കിവിടെ നിൽക്കാൻ യോഗ്യതയില്ലായിരുന്നിട്ടും അപ്പോൾ ഈശോയാണ് എന്നിലൂടെ കുർബാന അർപ്പിക്കുന്നത്. ഇത് പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാകത്തക്ക രീതിയിൽ എനിക്ക് കുർബാന അർപ്പിക്കണം. അതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മോട്ടീവ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയാണ് ഇപ്പോൾ കുർബാനയിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ധ്യാനത്തിനൊക്കെയും ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാവരും, ഒത്തിരിയേറെ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞില്ല, അച്ഛാ ഇന്നു മുതൽ കുർബാന അർപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ധ്യാനത്തിന് ഒരു 10-15 കുട്ടികൾക്ക് ധ്യാനം എടുത്തപ്പോൾ അവർ പറയുന്നത്, അവർ ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു അട്രാക്ഷൻ കുർബാനയോട്, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കുർബാനയിൽ സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തിന് കുർബാന അർപ്പിക്കുന്നു? അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു കുർബാന അർപ്പണം വളരെ മനോഹരമായിട്ട് അറിഞ്ഞു ചെയ്യുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഈശോയോട് അടുപ്പിക്കുവാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കുമ്പോൾ കുർബാന ഇങ്ങനെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നാളും എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്ന് വെച്ചാൽ പറയും കുർബാന അർപ്പിക്കാൻ പറ്റിയത്. എങ്ങനെ കുർബാന അർപ്പിക്കാൻ പറ്റി? എൻ്റെ ഈശോയെ സ്നേഹിച്ച് ഈശോയെ ഇങ്ങനെ അനുഭവിച്ചു അറിഞ്ഞു. എനിക്ക് ബോധ്യമുണ്ട്, ഞാനിത് ശരീരം മുറിക്കുമ്പോൾ അല്ലെങ്കിൽ പങ്കുവയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു സൈലൻറ്റിൽ ഇങ്ങനെ ഈശോയെ ഇങ്ങനെ ഹൃദയത്തിൽ അനുഭവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു ഉറപ്പുണ്ടല്ലോ, ഈശോ എൻ്റെ ഉള്ളിലുണ്ട്, ഈശോ എന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്, ഈശോ ഞാൻ ഒന്നാണ് ഇനി
പിന്നെ അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്? അപ്പോൾ എൻ്റെ വൈദിക ജീവിതത്തെ ഏറ്റവും ഉറപ്പിച്ച് നിർത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു കുർബാനയാണ്. ഇത് കുർബാനയെക്കുറിച്ചുള്ള അറിവ് കൂടുന്തോറും അതിശയം കൂടും, അതിശയം കൂടുന്തോറും ആകർഷണം കൂടും, ആകർഷണം കൂടുന്തോറും പ്രണയം കൂടും. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് ചോദിക്കാനുമില്ല, പറയാനുമില്ല. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ഈ അറിവും കുർബാനയെക്കുറിച്ചുള്ള ഈ അനുഭവമൊക്കെ എപ്പോഴും എന്നെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ അതുമാത്രമല്ല, 1-2 കുഞ്ഞ് രോഗാവസ്ഥകളൊക്കെ ഉണ്ടായപ്പോഴും അപ്പോൾ ഈ ഈശോയോടും കുർബാനയോടുമുള്ള ഈ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ജെറമിയ 29:11 എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിയൊരു വചനമാണ്. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്നാ വന്നാലും ഞാനത് പറയും. കാരണം എൻ്റെ ഈശോ അറിയാതെ എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ സ്റ്റഡി ലീവിന് ചിക്കൻ ബോക്സ് വന്ന് സ്റ്റഡി ലീവ് മുഴുവൻ ബെഡേ കിടന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കർത്താവിന് ഇതിലൂടെ എന്തോ പദ്ധതിയുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിതത്തെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ജീവിതത്തെ കാണാനും ഒക്കെ എനിക്ക് ശക്തി പകർന്നത് ആ ഒരു വചനവും അതിനേക്കാൾ ഉപരി കുർബാനയിലൂടെ എനിക്ക് ഈശോയോട് കിട്ടിയൊരു അടുപ്പമൊക്കെയാണ്. പിന്നീട് തിയോളജി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോൾ വീണ് എൻ്റെ ലിഗമെൻറ്റ് പൊട്ടി, ലിഗമെൻറ്റ് ടയറായി. അപ്പം അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. അപ്പോൾ എന്ത് കാര്യം വന്നാലും ഞാൻ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരവസ്ഥയിലും ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയോട് സംസാരിക്കും. ഇപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ഈശോനെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. ഈശോയോടൊരു പേഴ്സണലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കുർബാനയിലും അതിലൊക്കെ ഉപരി ഇപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഒരു പേഴ്സണലായിട്ടൊരു ചാറ്റിങ്, ഈശോയോടുള്ളൊരു ചാറ്റിങ്, കർത്താവിനോട് ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ആ ഒരു ഫോർമാലിറ്റിയൊക്കെ വിട്ടിട്ട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന് കരച്ചിൽ വന്നാൽ ആ കരയാൻ ഏറ്റവും കൂടുതൽ ഫ്രീഡം എനിക്ക് കരയാനുള്ളത് ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോഴാണ്. കരയാൻ വന്നാൽ കരയും, അതല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ വന്നാൽ ദേഷ്യപ്പെടും. ഈശോയുടെ അടി കൂടണേ വന്നാൽ ഞാൻ ഈശോയുടെ അടി കൂടും. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന ആരാധനയുടെ അടുത്തിരിക്കുമ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തിരുന്നിട്ട് ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ണടച്ച് ഒന്ന് ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും, എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നതും ആ ഒരു അനുഭവത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയുടെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസ് വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കും, ഈശോയോട് ഞാനിപ്പോൾ ചോദിച്ചിട്ട് വരാം. അപ്പോൾ ആദ്യം എൻ്റെ കാല് ഇങ്ങനെ ലിഗമെൻറ്റ് ടയറായി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാണ്, കുർബാന കണ്ട് കുർബാനയുടെ ആകർഷണമായപ്പോൾ എന്നിലേക്ക് വന്ന ചിന്ത എന്താ, എനിക്കൊരു വിശുദ്ധനാവണം. ആൾത്താര സംഘത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് എനിക്കൊരു വിശുദ്ധനാവണം. അപ്പോൾ വിശുദ്ധനാകാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്നാ, അച്ഛനാവുക, കുർബാന അർപ്പിക്കുക, കുമ്പസാരക്കുക. അപ്പോൾ ജോൺ മേരി വിയാനിയുടെ ജീവിതമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് അങ്ങനെയാണ്. ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ആ ഒരു മനുഷ്യൻ എങ്ങനെ വിശുദ്ധനായി ഈശോയെ സ്നേഹിച്ച് കുർബാന അർപ്പിച്ച് കുമ്പസാരത്തിലൂടെ, അപ്പോൾ അത് മതി എന്നുള്ളൊരു ബോധ്യം ആ ഒരു അടുത്തിട്ടും സെമിനാരിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിശുദ്ധനാകാനുള്ള ആഗ്രഹമൊക്കെ എവിടെ പോയി നിങ്ങൾ ചിന്തിക്കുവാണ്. അപ്പോൾ എൻ്റെ കാല് ലിഗമെൻ്റ് ഇങ്ങനെ പൊട്ടി കാല് നീര് വെച്ച് ഞാനിങ്ങനെ ഒരാഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ എന്നെ ആകർഷിച്ച അടുത്ത ചിന്ത ഇതാണ്, നിനക്ക് വിശുദ്ധനാവണ്ടേ, ഇപ്പോൾ നിൻ്റെ ആ ആഗ്രഹമൊക്കെ എവിടെ പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഈശോയോട് ഇങ്ങനെ സംസാരിക്കുക, എൻ്റെ ഈശോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ അടുത്ത മാസം കുറേ പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, എനിക്ക് അതൊക്കെ മിസ്സാവത്തില്ലേ, ഗെയിംസ് മിസ്സാവും, കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പരിപാടികൾ മിസ്സാവും, എനിക്ക് അതിനേക്കാളൊക്കെ സങ്കടം എന്നാ, ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറ്റത്തില്ലല്ലോ, കർത്താവ് എന്നെ പരിപാടിയൊക്കെ കാണിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയോട് ഇങ്ങനെ അടി കൂടും. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് ദിവ്യകാരുണ്യത്തിന് അടുത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്ന് ഈശോയോട് ഇങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഈശോനോട് പറഞ്ഞു തന്നു, നീ വിശുദ്ധനാകാൻ നിനക്ക് സഹനങ്ങളൊക്കെ ഇച്ചിരി ആവശ്യമാണെന്ന് നീ പറഞ്ഞതല്ലേ, നിനക്ക് വേണമെന്ന് നീ ചോദിച്ചതല്ലേ, അപ്പോൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രിലിമിനറി ടെസ്റ്റ് പോലെ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം തന്നു. അപ്പം ഞാൻ ചോദിച്ചു, വിശുദ്ധനാകാൻ ഇപ്പം സഹനമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി സുഹൃത ജീവിതമാണോ വേണ്ടത്? കർത്താവ് രണ്ടും വേണം. വിശുദ്ധനാകണമെങ്കിൽ സഹനം വഴി നീ എരിയണം, ആ എരിയുമ്പോൾ നിൻ്റെ സുഹൃതങ്ങളിൽ നീ ഇങ്ങനെ തിരി പോലെ പ്രകാശിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, തിരിയുമാകണം, കുരിശാകണം, തിരിക്കുരിശായിട്ട് നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ആഴമേറിയ ബോധ്യം. അപ്പോൾ ഈശോയുടെ അടുത്തുള്ള ഈ ഒരു സ്വാതന്ത്ര്യമാണ് എന്നെ എപ്പോഴും ഈശോയോട് ഇടപെടാൻ, ഈശോയോട് സംസാരിക്കാൻ, എല്ലാത്തിലും ഒരു ചേട്ടായനെ പോലെ, ഒരു ഫ്രണ്ട്, ഒരു എൽഡർ ബ്രദറിനെ പോലെ ഈശോയുടെ അടുത്തിരിക്കാൻ, ഈശോയോട് ഇടപഴകാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ എന്നെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സാഹചര്യത്തിലും.
അപ്പോൾ അപ്പോൾ ഡീക്കനായതിനു ശേഷം ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിൻ്റെ സങ്കീർത്തിൽ തലകറങ്ങി വീഴുന്നു. തലകറങ്ങില്ല, ബോധം കെട്ട് വീഴുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ഡയഗ്നോസീവാണ്, സ്കാൻ ചെയ്തപ്പോൾ ട്യൂമറാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്കന്നേരം ഒരു കൂസലുമില്ല. ഓക്കെ ആയിക്കോട്ടെ, നമ്മൾ കാലിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്, ഓപ്പറേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല, കർത്താവുണ്ടല്ലോ, എല്ലാം സെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അടിപൊളിയായിട്ടാണ് ഈ ന്യൂസൊക്കെ കേൾക്കുന്നത്. ട്യൂമർ, ഓക്കെ, ഓപ്പറേഷനോ ആയിക്കോട്ടെ, ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം എന്നൊക്കെ ഭയങ്കര ശൂരത്വമായിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പലരുടെയും റിയാക്ഷൻ, എല്ലാവർക്കും പേടി, ഞാൻ മാത്രമേ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിരിയൊക്കെ മാറി ഞാനിങ്ങനെ ഈശോയുടെ അടുത്തിരിക്കുന്ന ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവ്, എന്നാ പരിപാടി, ഇപ്പം ഞാൻ അച്ഛനാവത്തില്ലേ, എന്നെ നിനക്ക് അച്ഛനാക്കണമെന്ന് ആഗ്രഹമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കുർബാന ചൊല്ലിക്കോളാം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ അടുത്തിരുന്ന് ഈശോട് സംസാരിക്കുന്നു. ദിവ്യകാരണത്തിൻ്റെ മുൻപിൽ പോരുന്നു, ഈശോട് വർത്താനം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മിക്കവാറും പട്ടം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ പട്ടം കിട്ടാൻ 4 മാസമേ ഉള്ളൂ. ഇത് സംഭവിക്കുന്നത് 2017 ഓഗസ്റ്റിൽ ആദ്യമാണ് എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഡിസംബറിൽ പട്ടമാണെന്ന് ഓർക്കണം. 4 മാസത്തിനുള്ളിൽ പറ്റില്ല, 3 മാസമെങ്കിലും എടുക്കും മെമ്മറി, ഓർമ്മ ശരിയാവാൻ, സംസാരം ശരിയാവാൻ. അപ്പം പട്ടമൊക്കെ മിക്കവാറും മാറ്റി വെക്കേണ്ടി വരുന്നൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് റിക്കവറി പോലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ. എന്നാൽ ഈശോയുടെ അടി കൂടുവാണ്. ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് ഞാൻ ഈശോയുടെ അടി കൂടി, കർത്താവ് എനിക്കൊരു ഉത്തരം തരണം, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്താ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഈശോ യെശയ്യാ 60:19 നീ സൂര്യനല്ല നിൻ്റെ പ്രകാശം, ചന്ദ്രനല്ല നിൻ്റെ പ്രകാശം, കർത്താവാണ് നിൻ്റെ നിത്യമായ പ്രകാശം, അവിടുന്നാണ് നിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ വചനത്തിലൂടെ എന്നെ ഒരുപാട് ബോധ്യത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ആശുപത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ജോളിയായിരുന്നു. ഈ വചനം കേട്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഓക്കെ ആയി. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതുകൊണ്ട് ഇതിലൂടെ കർത്താവ് ഏറ്റവും മനോഹരമായത് കൊണ്ടുവരുള്ളൂ. കർത്താവ് എന്തതിലൂടെ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. എനിക്ക് ഒരു ടെൻഷനുമില്ല. കർത്താവിൻ്റെ പദ്ധതിയാണിതെങ്കിൽ കർത്താവ് അത് അടിപൊളിയായിട്ട് നടത്തും. അപ്പോൾ ഈശോടുള്ള സംസാരത്തിൽ ഇപ്പം എന്ത് സങ്കടം വന്നാലും കർത്താവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയുണ്ട്, ഒരു മോട്ടിവേഷനുണ്ട്. നമുക്ക് പിന്നെ ഒരു കൂസലുമില്ല, നമ്മൾ തളരത്തില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ ഡോക്ടർക്ക് പോലും സംശയമാണ് എനിക്ക് വട്ടായി പോയോന്ന്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞുമൊക്കെയാണ് ഞാൻ ഓപ്പറേഷനിലോട്ട് കയറുന്നത്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് നടന്നതുകൊണ്ട് ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് ഓപ്പറേഷനിൽ കയറാൻ എനിക്ക് പറ്റിയില്ല. സെമിനാരിയിൽ നിന്ന് 2 ദിവസം ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായ ആ ദിവസങ്ങൾ അവിടെ കുർബാന സ്വീകരണത്തിലുള്ള സാഹചര്യം കിട്ടിയില്ല എനിക്ക്. അപ്പം അവസാനം ഞാൻ എനിക്കുണ്ടായ സങ്കടം, ഓപ്പറേഷൻ കയറുമ്പോൾ ഉണ്ടായ സങ്കടം, അയ്യോ കുർബാന ചിരിക്കാൻ പറ്റില്ലല്ലോ, കുമ്പസാരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പം നീണ്ടൊരു ഓപ്പറേഷന് ശേഷം ഞാൻ ബോധത്തോടെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പം ഏറ്റവും അതിൻ്റെ റെക്ടറച്ഛൻ ഹെൻറി അച്ഛൻ കയറി വന്നു. അച്ഛൻ കയറി വന്നു, ഞാൻ അച്ഛനെ കണ്ടതേ പറഞ്ഞു, അച്ഛാ എനിക്ക് കുർബാന തരാമെന്ന് ചോദിച്ചു. ഞാൻ ഏറ്റവും അധികം കണ്ണു തുറന്ന്, എനിക്കറിയാം എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സങ്കടം എനിക്ക് ഈശോയെ കിട്ടിയില്ല. കണ്ണ് തുറന്ന് ഞാൻ ചോദിച്ചു, അച്ഛൻ എനിക്ക് ഈശോയെ വേണം, ഞാൻ കുർബാന ചിരിച്ചില്ല, അച്ഛൻ എനിക്ക് കുർബാന കൊണ്ടുതരാമെന്ന് ചോദിച്ചു. അച്ഛൻ ഉടനെ പോയി എനിക്ക് കുർബാന കൊണ്ടുതന്നു. അതോടുകൂടി ഞാൻ ICU കിടന്ന് ഞാൻ ചില്ലായി, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവിടുത്തെ മാനേജർ പോലെയാണ്, എല്ലാവരും വിളിച്ച് അവിടെ വേണം, ഇവിടെ ഈ കാര്യം വേണം, സിസ്റ്റർ അത് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ICU കിടക്കുവാണ്. അപ്പം ഓരോ പ്രാവശ്യം കുർബാന സ്വീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മൾ രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കുർബാന ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ് അത്. കാരണം എന്തോ മിസ്സിങ് ആയി പോകാം നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു അനുഭവം അത്. എൻ്റെ രോഗത്തിൻ്റെ സമയത്ത്, എൻ്റെ വിഷമത്തിൻ്റെ സമയത്ത് എനിക്കറിയാം എത്രമാത്രം ആ കുർബാന എന്നെ ശക്തിപ്പെടുത്തി. എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണേലും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഇച്ചിരി സമയമാണെങ്കിലും ഈശോയുടെ അടുത്ത് പോയിട്ട് ഈശോടെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എന്ത് വന്നാലും, ഇപ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഒരു ടോക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും കിട്ടത്തില്ല തലയ്ക്കകത്ത്, ചിലപ്പോൾ ഉണക്കമരം പോലെ ആയിരിക്കും. എന്തായാലും ഈശോയുടെ അടുത്ത് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുമ്പം ഇത്രയും നാളും ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട് നമുക്ക് അനുഭവപ്പെടും. എല്ലാ ടെൻഷനും ആവിയായിട്ട് പോകും. ഹൃദയത്തിന് മൊത്തം ഇങ്ങനെ വെയിറ്റുമായിട്ട് കല്ലുപോലെ ഹൃദയമായിട്ട് ഈശോയുടെ അടുത്ത് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുമ്പോൾ ഒന്നും സാധിക്കുന്നില്ല. ചിലപ്പോൾ ഇന്ന് കരയാനേ പറ്റുള്ളൂ, ചിലപ്പോൾ ഇരുന്നിങ്ങനെ വിഷമിക്കും, ഒന്നും മനസ്സിൽ വരുന്നില്ല, ഒരു അനുഭവമില്ല, ഒന്നുമില്ലാന്ന് ചിന്തിക്കും. പക്ഷേ ആ ഒരു നിമിഷം കഴിഞ്ഞങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും എന്തൊന്നുമില്ലാത്തൊരു എനർജിയും പ്രസരിപ്പും ഉത്സാഹവും ഒക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുത്തിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ, ഇവിടെയൊക്കെ ആണെങ്കിലും കാരിച്ചനും ബിജുലച്ചനും ഒക്കെ ആണെങ്കിലും അവരെയൊക്കെ കാണുമ്പോഴും നമ്മൾ പഠിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. കാരിച്ചനൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ദിവ്യകാരണത്തിന് മുമ്പിൽ പോരുന്നതാണ്, ആർട്ടിക്കിൾ എഴുതുന്നത്, പ്രസംഗം എഴുതുന്നത്, അതൊക്കെ കണ്ട് ഞാനും അതുപോലെ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാകുവാണ്. ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു എനർജി, കിട്ടാത്ത ഒരു അറിവ്, അനുഭവം ഈശോ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെയാണ് ദിവ്യകാരുടെ ആരാധനയും ഈശോയുടെ ദിവ്യകാരണത്തിന് ആരാധനയിൽ ഇരുന്നിരുന്ന് നമ്മൾ ഈശോനെ ഇങ്ങനെ കൂടുതലായിട്ട് നമുക്കൊരു ഉറപ്പാണ്. പിന്നെ അത് എന്തുണ്ടെങ്കിലും ഈശോയുടെ അടുത്ത് പോയിരിക്കും.
എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എന്ത് കൺഫ്യൂഷൻ ആണെങ്കിലും, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണോ സങ്കടമാണോ, ചില സമയത്ത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഞാൻ കുമ്പസാരിച്ചില്ലല്ലോ കുർബാന അർപ്പിക്കും, എന്തോ ഭയങ്കരമായിട്ട് പരമാവധി ഇങ്ങനെ മനസ്താപപ്രകരണം ഈശോയുടെ സോറിയൊക്കെ പറഞ്ഞ് ഈശോനെ കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് കുർബാന ചെല്ലാൻ കയറുന്നത്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം, അയ്യോ കുമ്പസാരിച്ചില്ലല്ലോ. കാരണം നമുക്കറിയാം ഇത് ഇത്രമാത്രം പവിത്രമായതും പരിശുദ്ധമായൊരു രഹസ്യമാണ്. ഇതിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെ അനുഭവിക്കുമ്പോൾ എനിക്കറിയാം ദൈവമേ എനിക്ക് യോഗ്യതയില്ലല്ലോ, ഞാനിന്ന് കുമ്പസാരിച്ചില്ലല്ലോ, ഞാൻ ഓക്കെ അല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ജീവിത അവസരത്തിലൂടെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ദിവ്യകാരുണ്യം, ഇങ്ങനെ ഈശോയുടെ സാന്നിധ്യം എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തി. കൊറോണയുടെ സമയത്തൊക്കെ അത് ഈ കുർബാനയുടെ വില അറിഞ്ഞു, മഹത്വം അറിഞ്ഞു. അപ്പോൾ ചെല്ലുമ്പോഴൊക്കെ നമുക്കറിയാം അത്രയേറെ ചങ്കിത്തൊട്ടാണ് കുർബാന ചെല്ലുന്നത്. അപ്പോൾ അത്രയേറെ ആ ഒരു ദിവ്യകാരുണ്യം എന്നിങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവവും സാന്നിധ്യവുമാണ് ഓരോ നിമിഷവും ഇങ്ങനെ ശക്തിപ്പെടുത്തി എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സർജറിക്കൊക്കെ ശേഷം റെസ്റ്റ് എടുക്കത്ത് എന്തെന്നില്ലാത്ത പോലെ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ആയി. പരീക്ഷകളെല്ലാം എഴുതി, ഡീക്കൺ മിനിസ്ട്രിക്ക് പോയി. അതിനുശേഷം എന്നിട്ട് കൃത്യം പറഞ്ഞിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, വളരെ മനോഹരമായിട്ട് പട്ടം സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ എനിക്ക് കർത്താവ് ആ സമയത്ത് ദിവ്യാനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് തരുന്നൊരു ബോധ്യമുണ്ട്, കേട്ടോ, ഞാൻ നിന്നെ ഈ രോഗത്തിൽ നിന്ന് ഇങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. പിതാവായ ദൈവം ഈശോയെ കൊടുത്ത് നമ്മളെല്ലാം ഈ കുർബാനയിലൂടെ വിലക്കെടുത്തതുപോലെ പിതാവിനോട് ഇങ്ങനെ എനിക്ക് കിട്ടുന്നൊരു ബോധ്യം അതാണ്. ദിവ്യാനത്തിന് മുമ്പിൽ നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചതാടാ, നീ എൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നീ ചിന്തിക്കരുത് നീ അച്ഛനായി കഴിയുമ്പോൾ സ്വന്തം കഴിവിലൊന്നും അല്ല, ഇത് നിനക്കൊരു ബോധ്യം തരാനാണ്. നീ എൻ്റേതാണ്, ഞാൻ നിന്നെ മേടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ വേണം കേട്ടോ ജീവിക്കാൻ. അപ്പോൾ കർത്താവ് എനിക്ക് തരുന്നൊരു ബോധ്യം എന്താണ്, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന എന്താണ് വചനം. എനിക്ക് കർത്താവിന് കാണിച്ചു തരുവാണ് ഇങ്ങനെ ഒരു സുവിശേഷം, തുറന്നിരിക്കുന്ന സുവിശേഷം പോലത്തെ ഒരു പുസ്തകം. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ കുരിശ് നിർത്തിയിരിക്കുന്നു, ആ കുരിശ് ഇങ്ങനെ അടിത്തറയിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് എൻ്റെ ജീവിതം വചനത്തിലും അതോടൊപ്പം വചന ശുശ്രൂഷയിലും ഒരു സഹനത്തിലും എല്ലാ തരത്തിലും ആഴപ്പെട്ട് അടിയുറപ്പിക്കാനായിട്ട് കർത്താവ് എനിക്കിങ്ങനെ ഒരു അനുഭവം തന്ന് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുരോഹിതനായതിനു ശേഷം നമുക്കെപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു ബോധ്യം വരുവാണ്, ഈശോയെ കൊടുത്ത് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. നിന്നെ കിട്ടാനായിട്ട് നിൻ്റെ ഒരു രോഗാവസ്ഥയിൽ നിന്നെ ഞാൻ മേടിച്ചെടുത്താന്നൊരു ഓർമ്മ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആനന്ദവും നമ്മുടെ ഉള്ളിലൊരു കടപ്പാടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതുമാതിരി ഒരു ഫീലിംഗാണ് നമുക്ക് വരുന്നത്. എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ രോഗത്തിൽ നിന്ന് മേടിച്ചെടുത്തത് എന്തിനാ? കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കാൻ. ഈശോ ഒന്ന് കുരിശിൽ അർപ്പിച്ചതുപോലെ ഈ ബലിയർപ്പണത്തിലൂടെ എനിക്കും ആരെങ്കിലുമൊക്കെ നേടണം, ആത്മാക്കളെ നേടണം. അല്ലെങ്കിൽ ഞാൻ ഈ ബലിയർപ്പിക്കുന്നതിലൂടെ ഒരാളെങ്കിലും ഈശോയുടെ ആ സ്നേഹം ഒന്ന് അനുഭവിക്കണം. അപ്പോൾ ഇന്നും ബലിയർപ്പിക്കാൻ നമുക്കറിയാം എന്നെ ദൈവം എങ്ങനെ ആ രോഗത്തിൽ നിന്ന് മേടിച്ചെടുത്തോ അതുപോലെ എൻ്റെ ബലിയർപ്പണത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എനിക്കും മേടിച്ചെടുക്കണം എന്നൊരു വ്യക്തമായൊരു ദൗത്യം തന്നിട്ടാണ് ആ രോഗത്തിലൂടെ പിതാവിനെ കൊണ്ടുവന്നിട്ട് പറയണത്, നീ എൻ്റെ ഒപ്പം നിന്നാണ് ഞാൻ നിന്നെ മേടിച്ചെടുത്ത, യു ആർ മൈൻ. അതിൻ്റെ ലൈഫിൽ ഏറ്റവും നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നൊരു കാര്യം അതാണ്. എനിക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ ദൈവത്തിൻ്റെയാണ്. ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ടുണ്ട് കുർബാനയിലേക്ക് നോക്കിയാൽ മതി. പൂർവപിതാക്കൾക്ക് സായുജ്യമേകിയ സ്വർഗീയ മന്നയാം ദിവ്യഭോജ്യം. പൂർവപിതാക്കൾക്ക് സായുജ്യമേകിയ സ്വർഗീയ മന്നയാം ദിവ്യഭോജ്യം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിതിൽ നിത്യമാം ജീവന്റെ അപ്പമായി. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിതിൽ നിത്യമാം ജീവന്റെ അപ്പമായി.